സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് എന്നും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതുമയുള്ള കുറേ രാവിലെകൾ. അതിങ്ങനെ വിവിധ ദേശങ്ങളിൽ പലതരം നിറങ്ങളിൽ കാലാവസ്ഥകളിൽ വിവിധങ്ങളായ ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ കൊതിപ്പിക്കും. കാശ്മീരിലെ ശ്രീനഗറിൽ ഉറക്കമുണർന്ന് താമസിച്ച ബോട്ടിന്റെ ജനാലയിലൂടെ ദാൽ ലേക്കിലേക്ക് നോക്കി നിന്ന ഒരു പ്രഭാതം ഓർമ്മയിൽ മായാതെ നിൽക്കുന്നുണ്ട്. മണാലിയിൽ നിന്ന് ലേയിലേക്കുള്ള റോഡിൽ ഒരിടത്ത് കൊടും തണുപ്പിൽ ടെന്റിൽ നിന്ന് എണീറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ചുറ്റും മഞ്ഞിന്റെ തൊപ്പി അണിഞ്ഞ മലകൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ വേറൊരു പ്രഭാതം. മേഘാലയയിലെ ഷില്ലോങ്ങിൽ ജനാർദ്ദനൻ സാർ 5:30 എഴുന്നേൽപ്പിച്ച് പൈൻ മരങ്ങൾക്കിടയിലൂടെ 6 കിലോമീറ്റർ നടത്തിയ ഒന്നാന്തരം ഒരു പ്രഭാതം. ഗാങ്ടോക്കിലെ തികച്ചും വ്യത്യസ്തമായ ഒരു യൂറോപ്യൻ പ്രഭാതം. രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഒരു പരിചയവുമില്ലാത്ത എന്നെ സ്നേഹം കൊണ്ട് മൂടിയ ബുല്ലുബായുടെ വീട്ടിലെ വൈകാരികമായ ഒരു പ്രഭാതം. ആദ്യമായി ക്വാലാലംപൂർ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയത് ഒരു രാവിലെയാണ്. പിന്നെ ജയ്സാൽമീറിൽ, അജ്മീറിൽ, മുംബൈയിൽ, ദില്ലിയിൽ, ദുബായിൽ, വട്ടവടയിലെ സുഭാഷിന്റെ സ്ട്രോബെറി തോട്ടത്തിൽ, മീൻ പിടിക്കുന്നവർക്കൊപ്പം പോയപ്പോൾ നടുക്കടലിൽ, വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തൊരു തെരുവിൽ, ആൻഡമാനിന്റെ സ്വപ്ന തീരങ്ങളിൽ, മൂന്നാറിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ, മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിലെ സിമെന്റ് ബെഞ്ചിൽ, തീവണ്ടിയിൽ, ബസ്സിൽ, വിമാനങ്ങളിൽ. എത്രയോ വൈവിധ്യമാർന്ന പ്രഭാതങ്ങളാണ് യാത്രകൾ എനിക്ക് തന്നത്. ഇപ്പോഴിതാ ഇവിടെ നെല്ലിയാമ്പതിയിൽ ഈ കാടിന്റെ നടുവിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു കിടിലൻ പ്രഭാതം.